ഹായ്, ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് എതൂറിയം എന്ന ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എല്ലാ ക്രിപ്റ്റോസും ക്രിപ്റ്റോ കറൻസീസ് അല്ല. അപ്പോൾ ബിറ്റ്കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. പക്ഷേ എതൂറിയം എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി അല്ല, ഇറ്റ്സ് എ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈയിടെ കഴിഞ്ഞൊരു 2 ദിവസം മുമ്പ് 23-ന് നമുക്കറിയാം എതൂറിയത്തിന്റെ ETF SEC USA SEC അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ബിറ്റ്കോയിൻ ആയിരുന്നു SEC ഇതേപോലെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പൊ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് SEC, എങ്ങനെയാണ് SEC, എന്തുകൊണ്ടാണ് SEC ഇങ്ങനെയുള്ള ഒരു ETF അപ്രൂവൽ കൊടുത്തത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ചെയ്ത ഒരു വീഡിയോ ബിറ്റ്കോയിനെ പറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എതൂറിയത്തിന്റെ ഒരു ETF, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം. ആക്ച്വലി എന്താണ് എതൂറിയം ഇപ്പൊ നമ്മൾ ഏതൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഒരു ഫണ്ടമെന്റൽ എന്താണെന്നുള്ളത് നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു അസറ്റ് എന്താണ്, അത് എന്താണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും, അതിന്റെ ഒരു റിസ്ക് സൈഡ് എന്താണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന്റെ ശേഷം മാത്രമേ നമുക്കൊരു ഏതൊരു അസറ്റിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എതൂറിയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിപ്റ്റോ കറൻസി അല്ല, ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു Web 3.0 ഇപ്പോൾ ഈ ഒരു ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ എതൂറിയം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, കൂടുതൽ ടെക്നിക്കൽ സൈഡ് ഒന്നും യൂസ് ചെയ്യാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു TCS ഒരു കമ്പനിയാണ്. അപ്പൊ TCS എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാണ് അവരുടെ ഒരു വാല്യുവേഷൻ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ TCSലേക്ക് അവർ കൂടുതൽ ബിസിനസ് ചെയ്യണം, അവർ കൂടുതൽ പ്രൊജക്റ്റുകൾ TCS കമ്പനിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് കൂടുതൽ റവന്യൂ വരുന്നത്, അതിൽ നിന്ന് അവർക്ക് കൂടുതൽ ക്യാഷ് ഫ്ലോ വരുന്നത്. അങ്ങനെ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് എതൂറിയം എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനി ആയിട്ട് കാണാം, ഒരിക്കലും ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് കാണരുത്. ഈ എതൂറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതായത് സ്വന്തമായിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉള്ള ഒരു കോയിനാണ് എതൂറിയം. സോ ഈ ഒരു എതൂറിയത്തിൽ ഇപ്പൊ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിലും അതിന് ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ് എന്ന് പറയുന്നത്, അതായത് ETH. അപ്പൊ ഈ ഒരു കറൻസി വെച്ചിട്ട് വേണം നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതായത് എതൂറിയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ അവരുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്പ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് പരമായിട്ടുള്ള എന്തെങ്കിലും ആപ്പുകൾ ബിൽഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കറൻസിയാണ് ETH. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ 23-ന്, അതായത് ഇപ്പോൾ ഈ മെയ് മാസം 23-ന് ETF, അതായത് എതൂറിയത്തിന്റെ ഒരു ETF ഇതേപോലെ തന്നെ SEC അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഈ SEC ETF അപ്രൂവൽ ചെയ്യുന്നത്? അപ്പൊ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയിട്ട് മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് ഈ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എത്രത്തോളം സാധ്യതയുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് എതൂറിയം എന്താണെന്ന് നോക്കാം. അതായത് എതൂറിയം എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ഓപ്പൺ സോഴ്സ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആപ്പുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എതൂറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത്, എതൂറിയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിപ്റ്റോ കറൻസി അല്ല. എതൂറിയം എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അതായത് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് ആണ് കോഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയുള്ള ഡീസെൻട്രലൈസ്ഡ് ആപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എതൂറിയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 2013-ലാണ് വിറ്റാലിക് ബ്യൂറ്ററിൻ എന്ന് പറയുന്ന അന്ന് അദ്ദേഹത്തിന് വയസ്സ് വെറും 20 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ പ്രായം. അപ്പോ അദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ, അതായത് എതൂറിയത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് വിറ്റാലിക് ബ്യൂറ്ററിൻ എന്ന് പറയുന്ന ഒരു ആളാണ്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഒരു ബിറ്റ്കോയിൻ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്പോ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വേണം. അങ്ങനെയാണ് അവർ ഈ ടെക്നോളജി
മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ബിൽഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും മറ്റുള്ള ഡീസെൻട്രലൈസ്ഡ് ആപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോയിനാണ് അതായത് എതൂറിയം. അപ്പൊ ഈ ഒരു കോയിന് അപ്പൊ നമ്മൾ അവിടെ എത്രത്തോളം ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എത്രത്തോളം കമ്പനികൾ വലിയ വലിയ കമ്പനികൾ വന്നിട്ട് അവിടെ ക്രിപ്റ്റോസ് അതായത് ഇപ്പോ കമ്പനികൾ ഡീസെൻട്രലൈസ്ഡ് ആപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഈ എതൂറിയം എന്ന് പറയുന്ന ഇതിന്റെ ഒരു വാല്യൂ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ അതാണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. $3750 ഇപ്പോൾ എതൂറിയം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് 2013 the project team managed to raise 18.3 million in Bitcoin and Ethereum's price in initial coin offering was 0.311. അതായത് ഈ ഇനീഷ്യൽ ഓഫറിങ് അതായത് ഇപ്പോൾ ICO ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ IPO ചെയ്യാന്ന് പറയും, അതേപോലെ ക്രിപ്റ്റോസിലാണെന്നുണ്ടെങ്കിൽ ICO ചെയ്യുക, അതായത് ഇനീഷ്യൽ കോയിൻ ഓഫറിങ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 0.311 ആയിരുന്നു. അപ്പൊ അവിടുന്ന് ഇപ്പൊ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് $3750 അതുപോലെ ഇതിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ഓവർ 60 മില്യൺ ഏതർ സോൾഡ്, അതായത് 60 മില്യൺ ഏതർ അവർ സോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേറ്റിംഗ് എതൂറിയം പ്രൈസ് നൗ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ആൻ ആനുവലൈസ്ഡ് റേറ്റ് ഓഫ് ഓവർ 270%, അതായത് 270% ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്റ്റോക്കിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൾട്ടിബാഗർ സ്റ്റോക്ക് കിട്ടിയിട്ട് ആ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 100% റിട്ടേൺസ് ഒരു വർഷത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു 50%, 30%, ഈവൻ 10% അല്ലെങ്കിൽ 15% ഒക്കെ മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു സ്ഥാനത്താണ് എതൂറിയം എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ 270% അവർ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദ എതൂറിയം ഫൗണ്ടേഷൻ ഒഫീഷ്യലി ലോഞ്ച് ദ ബ്ലോക്ക് ചെയിൻ on July 30, 2015 under the prototype Istanbul idella hard work. Ethereum proposal goal to become global platform to decentralized application allowing users from all over the world to write and run software that is resistant to censorship, downtime and fraud. അതായത് ഇപ്പോൾ എതൂറിയം എന്നുള്ള ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് ലോകത്ത് എവിടെ ഇരിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവർക്ക് സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസോ കാര്യങ്ങളോ എന്ത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് വളരെ സിമ്പിളായിട്ട് എതൂറിയം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ETF, ഇപ്പോൾ എതൂറിയത്തിന്റെ ETF വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എതൂറിയത്തിന്റെ ETF എങ്ങനെ ഇതിലേക്ക് നമുക്ക് ക്ലബ് ചെയ്യാം? അതായത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ $3750 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USD to INR നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 lakh, മോർ ദാൻ 3 lakh rupees കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എതൂറിയം മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ 1000 രൂപയുള്ളൂന്നുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എതൂറിയം മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ വളരെ ഒരു 0.001% മാത്രമേ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ, അത്രയും എതൂറിയം മാത്രമേ നമുക്ക് ചിലപ്പം ഹോൾഡ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അപ്പൊ അവിടെയാണ് ഈ ഒരു ETF വരുന്നത്. ഇനി ETF നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ETF കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഈ എതൂറിയം ആക്ച്വലി എന്തിനാണ് കൊണ്ടുവന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ ടോട്ടലി 8 ETF ആണ് ഇപ്പോൾ എതൂറിയത്തിൻ്റെതായിട്ടുള്ളത്. അതായത് ഈ 8 ETF-ഉം ഹോൾഡ് ചെയ്യുന്നത് പല എൻറ്റിറ്റികളാണ്. ഇപ്പൊ ETF എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ETF എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് ഓഫ് സ്റ്റോക്കാണ്. ഇപ്പൊ നമ്മളൊരു ETF മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള അത്രയും സ്റ്റോക്കിലേക്ക് നമ്മൾ പാർഷ്യലി ഇൻവെസ്റ്റഡ് ആയിരിക്കും. അതായത് ഒരുപാട് സ്റ്റോക്കിലേക്ക് നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് ആ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതിലുള്ള എന്തെങ്കിലും റിസ്കോ കാര്യങ്ങളോ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബാലൻസ് ചെയ്യേണ്ടത് നമ്മളാണ്. പക്ഷേ ഒരു ETF എന്ന് പറയുന്നത് അതിന്റെ പിറകിലൊരു എൻറ്റിറ്റി ഉണ്ട്. അപ്പൊ അവരത് ഹോൾഡ് ചെയ്യും. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ സ്റ്റോക്കിനെ എടുത്ത് മാറ്റും, വേറെ ഒരു കമ്പനിയെ അവർ ഇൻസ്റ്റാൾ ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു ETF വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ എതൂറിയത്തിന്റെ ETF 8 ETF ആണുള്ളത്. ഈ 8 ETF-ഉം പല എൻറ്റിറ്റീസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിന്റെ ഒരു SEC പറയുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരിത് അപ്രൂവ് ചെയ്യാനുള്ള ഒരു 3 മെയിൻ കാരണങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് വന്ന ന്യൂസ് ആണ്. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹവർ ആർ വെരി കൺസേൺ റിഗാർഡിംഗ് ദ SEC ഡിസിഷൻ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദിസ് ബ്ലോഗ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് SEC കൺസിഡറേഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് മാനിപ്പുലേഷൻ പ്രിവെൻഷൻ. കാരണം നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഭയങ്കര മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു 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 കറൻസിയാണ്, ഒരു വേൾഡാണ്. അപ്പോൾ ആ ഒരു വേൾഡിൽ നമ്മൾ പോയിട്ട് ഇപ്പോൾ ഒരു ക്രിപ്റ്റോ കറൻസി മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വോളറ്റിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ആയിരിക്കും. സ്റ്റോക്ക് മാതിരിയല്ല. ഇപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു 2% അല്ലെങ്കിൽ ഒരു 3% ഒക്കെ ഒരു ക്രാഷും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു മാക്സിമം 5% ഒരു ക്രാഷ് വരാനേ സാധ്യതയുള്ളൂ. പക്ഷേ ക്രിപ്റ്റോസ് എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ ചിലപ്പം 30%, 50% കറക്ഷൻസ് നമ്മൾ കാണേണ്ടി വരും. അതായത് ആ രീതിയിലുള്ള വോളറ്റിലിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ഇപ്പൊ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാനോ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഒരു എതൂറിയം എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ഒരു കറൻസി, ഒരു ടോക്കൺ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിപ്പോൾ നമ്മൾ 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു എതൂറിയം മേടിച്ചിട്ട് അതിനുശേഷം പിറ്റേന്ന് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇന്ന് മേടിച്ചു, 24 മണിക്കൂറിനകത്ത് അതിനൊരു 30% അല്ലെങ്കിൽ ഒരു 50% ഡൗൺ എന്ന് പറഞ്ഞ 1.5 ലക്ഷം രൂപ നമ്മൾ മൈനസാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും. അപ്പോൾ ഒരു ETF നമ്മൾ മേടിച്ചിട്ട് ഹോൾഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് വോളറ്റിലിറ്റി ആയിരിക്കും, നമ്പർ 1. അതേപോലെ തന്നെ അതിൽ മറ്റുള്ള ഫ്രോഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് ബാക്കപ്പ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ ആർക്കെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു ഫ്രോഡോ കാര്യങ്ങളോ അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് മെയിൻ SECന്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് SEC ഡിസിഷൻസ് ടു അപ്രൂവ്സ് എതൂറിയം ETFs വാസ് അക്കംപനൈഡ് ബൈ മെറ്റിക്കുലസ് എവാലുവേഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് മാനിപ്പുലേഷൻ പ്രിവെൻഷൻ മെഷേഴ്സ്. ലൈക്ക് ഐ സൈഡ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഇങ്ങനൊരു ETF കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംഫസൈസ് ഓൺ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആൻഡ് മാർക്കറ്റ് ഇന്റഗ്രിറ്റി. അതായത് നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ പല കാര്യങ്ങളും സംഭവിക്കും. മാർക്കറ്റിൽ ചിലപ്പം ഭയങ്കര ഹൈ വോളറ്റിലിറ്റി ഉണ്ടാവും, ചിലപ്പം ചില സമയത്ത് ഭയങ്കര നല്ല രീതിയിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരിക്കും, ചില സമയത്ത് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു ETF നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സെക്യൂർ ആയിരിക്കും, നമ്മൾ കൂടുതൽ സെക്യൂർ ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് അവൈലബിലിറ്റി ഓഫ് പ്രൈസിങ് ഇൻഫർമേഷൻ. ദിസ് ഇൻക്ലൂഡ്സ് ദ അവൈലബിലിറ്റി ഓഫ് കൊട്ടേഷൻ ആൻഡ് ലാസ്റ്റ് സെയിൽ ഇൻഫർമേഷൻ ഫോർ ഈച്ച് ETP വയ ദ സെക്യൂരിറ്റി ഇൻഫർമേഷൻ പ്രോസസ്സർ. അതായത് ഇപ്പോൾ എന്ത് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിലും ETF ത്രൂ എന്ത് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റി ഒരു SECയുമായി കണക്റ്റഡ് ആയിരിക്കും. ഇവരുമായിട്ട് SECയുമായിട്ട് അത് എല്ലാ ദിവസവും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ട്രാൻസ്പെറൻസി ഓഫ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്, സർവീലിയൻസ് പ്രൊസീജിയർ ആൻഡ് സർവീലിയൻസ് ഷെയറിംഗ് അഗ്രിമെന്റ്. പിന്നെ അതേപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്രസ്സിംഗ് വോളറ്റിലിറ്റി ആൻഡ് റിസ്ക് കൺസേൺ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പറയുന്നുണ്ട്. അതായത് വോളറ്റിലിറ്റി ആൻഡ് റിസ്ക് ആർ ഇൻഹെറന്റ് ക്യാരക്ടറൈസ്ഡ് ഓഫ് ദ ക്രിപ്റ്റോ മാർക്കറ്റ് ആൻഡ് ദ കൺസേൺ വർ റൈസ്ഡ് റിഗാർഡിംഗ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് സ്പോട്ട് എതൂറിയം ETF ഓൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബ്രോഡർ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ അതായത് റിസ്ക്കും കാര്യങ്ങളും ഒക്കെ, അതായത് അതിൻ്റെ ഒരു വോളറ്റിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കുറച്ചും കൂടി വോളറ്റിലിറ്റി കുറച്ചിട്ട് അവർക്ക് വളരെ കുറച്ചും കൂടി പീസ്ഫുള്ളോട് കൂടിയിട്ട് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ETF, അതായത് എതൂറിയം ETF. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ. അതേപോലെ ഇപ്പോൾ ഈ ഒരു ETF വന്നതിന് ശേഷം ഇതിനോടനുബന്ധിച്ചിട്ട് നമുക്കറിയാം ഇപ്പോൾ പല പ്രൈസ് പ്രഡിക്ഷൻസും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ എതൂറിയത്തിന്റെ പ്രൈസ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2023 ആസ് എ വോളറ്റൈൽ 2023 കൺക്ലൂഡ് ആസ് എതൂറിയം മാർക്കറ്റ് പ്രൈസ് റീകവർ റിമാർക്കബിളി forming an ascending trading news bouncing from the psychological barrier 1000 in November 22nd and trend continued the weekly chart. അതായത് 1000-ന് 2022 $1,000 എതൂറിയം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വളരെ നല്ല രീതിയിലുള്ള ഒരു അപ് ട്രെൻഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 ലാസ്റ്റോട് കൂടിയിട്ട് എന്തായാലും ഒരു $5,000 മുകളിലേക്ക് പോകും എന്നാണ് പല ഡാറ്റാസും പറയുന്നത്. അതായത് പല വലിയ ഇൻവെസ്റ്റേഴ്സും പറയുന്നത് എതൂറിയം $5,000 ക്രോസ് ആവുന്നുള്ളതാണ്. ആക്ച്വലി ബിറ്റ്കോയിന്റെ ETF വന്ന സമയത്ത് ബിറ്റ്കോയിൻ നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എതൂറിയത്തിന്റെ കേസിൽ അത്രയും വലിയൊരു റാലി ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ ഒരു ഹൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പലരും ഓൾറെഡി ഇപ്പൊ പല ETFസും പല ഇൻവെസ്റ്റേഴ്സും അത് മേടിക്കാതെ കുറച്ച് പുറകിലേക്ക് നിന്നിട്ടുണ്ട്. കാരണം അവര് നോക്കുന്നത് ഇപ്പൊ നമുക്ക് എതൂറിയത്തിന്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. 1 സെക്കൻഡ്.
നമുക്ക് 1 ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3768 എന്നുള്ളൊരു ഡോളർ പ്രൈസിലാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ഇപ്പോൾ നമുക്കറിയാം 20 മെയ് 20-ാം തീയതി നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ ലെവലിലാണ്. അപ്പോൾ ആക്ച്വലി പലരും പ്രഡിക്റ്റ് ചെയ്യുന്നു, പല ഇൻവെസ്റ്റേഴ്സും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു 3000 USD അങ്ങോട്ട് വന്നതിന് ശേഷം അവർ ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു പല ഡാറ്റാസും ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കറക്ഷൻസ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോയിൻ എതൂറിയം നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഫാക്ടറി ഇൻഫ്ലുവൻസ് എതൂറിയം പ്രൈസ് ഇൻ 2024 ബുള്ളിഷ് ഫാക്ടേഴ്സ് upgrade will make Ethereum faster and cheaper to use and more people will try to building apps on it. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരുപാട് കമ്പനികൾ ഇനിയും ഇതേപോലെ തന്നെ പല ആപ്പുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടെക്നോളജിയുടെ, അതായത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ അവിടെ കൂടുതൽ ആപ്പുകളും കാര്യങ്ങളും ബിൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു എതൂറിയത്തിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് ഹൈ ആവും. അപ്പൊ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള പ്രൈസിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. അതേപോലെ ബിറ്റ് കോയിൻ ഹാൽവിങ്, വെൻ ബിറ്റ് കോയിൻ ഇതൊരു ഒരുപാട് വായിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ജസ്റ്റ് എതൂറിയത്തിനെ പറ്റിയിട്ടുള്ള ഇങ്ങനെയുള്ള ബ്ലോഗും കാര്യങ്ങളും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം അതിൽ നിന്ന് തന്നെ കിട്ടും. അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഇപ്പൊ നമുക്കറിയാം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കന്റെ പ്രസിഡന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയെ, അതായത് വിത്ത് an aim to create a crypto army ahead of election day, Donald Trump presidential campaign on Tuesday announced that it will start accepting donation through cryptocurrency. അതായത് ഡൊണേഷൻസ് ഒക്കെ ക്രിപ്റ്റോ ത്രൂ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു റീസെന്റ്. അപ്പോൾ ഇതൊക്കെ ഒരു ക്രിപ്റ്റോ വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ന്യൂസാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തീർച്ചയായിട്ടും പ്രസിഡന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ ഒന്നും കൂടി ബൂം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു മറ്റുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് 8 ETF ആണ് ഇപ്പൊ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതിൽ 8 ETF എന്ന് പറയുന്നത് ഈ 8 ETF ആണ്. ഇതാണ് 8 ETF. ഈ 8 ETF ഹോൾഡ് ചെയ്യുന്നത് പല പല എൻറ്റിറ്റീസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ പ്രൈസ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2024 കഴിയുമ്പോഴത്തേക്ക് ഒരു 5000 USD ആണ്. അതേപോലെ തന്നെ 10,000 USD ഒക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ 2025-26 സമയമാകുമ്പോഴത്തേക്ക് ഒരു 10,000 USD ഒക്കെ പ്രഡിക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ടെക്നോളജി ഭയങ്കര സ്പീഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കമ്പനീസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് കുറച്ചു ഡീമെറിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ച മുഴുവൻ പോസിറ്റീവ് കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ മറ്റുള്ളൊരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എതൂറിയം എന്ന് പറയുന്നത് ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എതൂറിയത്തിന്റെ ഗ്യാസ് ഫീ, ഇപ്പൊ നമ്മളവിടെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിന്റെ ഒരു ഗ്യാസ് ഫീ ഉണ്ട്, അതിനൊരു ഫീസ് കൊടുക്കണം. അപ്പോൾ ആ ഫീസ് എന്ന് പറയുന്നത് എതൂറിയത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് ആണ് നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ ഫീസ് വരുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ലെയർ 2 ലെയർ 3 വരുന്ന ഇപ്പോൾ പോളിഗോണൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ട്രാൻസാക്ഷൻസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ബാഡ് ന്യൂസും അല്ലെ ഒരു ഡിമെറിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എതൂറിയത്തിനോട് ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഇതാണ് ഇപ്പോൾ എതൂറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എതൂറിയത്തിൻ്റെ ഒരു പ്രൈസ് ചാർട്ട്, ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എതൂറിയം നല്ല രീതിയിലുള്ള ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. ഇപ്പം ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിലുള്ളൊരു, കാരണം ഈ ഒരു ETF അപ്രൂവൽ ആവോ ഇല്ലേ എന്നുള്ള ഒരുപാട് ഒരു ഡൗട്ട്സ് ഓവറോൾ മാർക്കറ്റിനും ഒരു ഇൻഡസ്ട്രിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൺസോളിഡേഷൻ ലെവലിലായിരുന്നു. അവിടുന്ന് മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രഡിക്ഷന്റെ പുറത്താണ് മാർക്കറ്റ് നല്ല രീതിയിലൊരു ബ്രേക്ക്ഔട്ട് വന്ന് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഇനി എന്താണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 4000 സ്ലൈറ്റ്ലി എബോവ് ആണ്, അറൌണ്ട് 4100 ആണ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. ഒന്നെങ്കിൽ ഇത് പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകും, അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഒന്ന് താഴേക്ക് വീണതിന് ശേഷം, അതായത് ഒരു ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ്,
പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് ഒരു 3000-3000 വീഴാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇനി ഒരു 20% ഒക്കെ അടുത്തുള്ള ഒരു കറക്ഷൻ എന്തായാലും വേണം. ഒരു 20% കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു $3000 മാർക്കറ്റിലേക്ക് ഈ ഒരു പ്രൈസ് വരുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം ഒരു കറക്ഷൻ വരുമോ എന്നൊക്കെ ഉള്ളത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ETF ഇൻവെസ്റ്റ് ചെയ്യുന്നതും എതൂറി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ രണ്ടാണ്. കാരണം ETF എന്ന് പറയുന്നത് ഒരു ലെസ് വോളറ്റിലിറ്റി ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് അവിടെ കിട്ടാനുള്ള പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും, പക്ഷേ റിസ്ക് കുറവാണ്. പക്ഷേ എതൂറിയം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എതൂറിയം നമ്മൾ ഇവിടുന്ന്, അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രൈസ്, അതിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ലോസും നമ്മുടെ കയ്യിൽ നമ്മൾ തന്നെ അത് ഹോൾഡ് ചെയ്യേണ്ടി വരും. കാരണം നമുക്കറിയാം ഇത് നല്ലൊരു വോളറ്റാലിറ്റി ഉള്ള ഒരു ക്രിപ്റ്റോ വേൾഡ് ആണ്, നല്ല രീതിയിലുള്ള വോളറ്റാലിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള അസറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങളുടെ ഒരു ഹാർഡ് ആൻഡ് മണി ആയിട്ട് എല്ലാ എമൗണ്ടും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഒരു ടോട്ടൽ ക്യാപിറ്റലിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇതേപോലുള്ള നല്ല ക്രിപ്റ്റോ, ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ക്രിപ്റ്റോസ്, ഇപ്പൊ നമ്മൾ കമ്പനികളെ പറ്റി പറയുന്ന പോലെ തന്നെ നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ക്രിപ്റ്റോസ് നോക്കിയിട്ട് ആ ക്രിപ്റ്റോസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ക്രിപ്റ്റോസ് ആണ് ഇപ്പോൾ ബിറ്റ്കോയിൻ, എതൂറിയം. ബിറ്റ്കോയിൻ എന്നൊക്കെ പറയുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു 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 കറൻസിയാണ്. അപ്പം അതേപോലെ തന്നെയാണ് എതൂറിയം. അതേപോലെ തന്നെ വേറെയും ഒരുപാട് ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ ഉണ്ട്. അപ്പം നല്ല പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ടൊരു പെർട്ടിക്കുലർ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്രിപ്റ്റോയിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ എമൗണ്ട് ആണെന്നുള്ളൊരു ഓർമ്മ എപ്പോഴും നമുക്ക് വേണം. കാരണം അതിൽ വരുന്ന ചെറിയ വോളറ്റാലിറ്റിയും ചെറിയ ഒരു ലോസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിത് ഓക്കെയാണ്, ഈ ടെക്നോളജിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിപ്റ്റോന്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ പ്രോപ്സി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. സോ ഇതിനെ പറ്റിയിട്ട് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യാം. അതുപോലെ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബിറ്റ്കോയിന് നല്ല രീതിയിലുള്ളൊരു ഡൗൺ ട്രെൻഡ്, ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇപ്പോൾ നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് മുകളിലേക്ക് പോകാനുള്ള ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വോളിയം വളരെ ലോ ആണ്, ബോത്ത് ബിറ്റ്കോയിൻ ആൻഡ് എതൂറിയം. അപ്പോൾ ഓൾറെഡി ഈ ന്യൂസ് വന്നു കഴിഞ്ഞു, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ETF ഇൻവെസ്റ്റ് ചെയ്യും. ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എതൂറിയത്തിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. അപ്പം നമുക്ക് ഒന്നെങ്കിൽ എതൂറിയം മേടിച്ചിട്ട് ഹോൾഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ETF മേടിച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ETF ആക്ച്വലി ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടില്ല. ഇനി ഒരു 2-3 ദിവസത്തിനകത്ത് ചിലപ്പോൾ മിക്കവാറും അത് പബ്ലിക്കിലേക്ക് വരാം. സോ അത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ETF മേടിച്ചിട്ട് അത് ഹോൾഡ് ചെയ്യാം. ETF എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ നമുക്ക് ETF മേടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വേണമെന്നില്ല. നമുക്ക് നോർമലി നമ്മുടെ USA സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് നമുക്ക് ETF മേടിച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ റിസ്ക് കുറവാണ്. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞൊരു വർഷങ്ങളിലൊക്കെ ഒരുപാട് ബ്രോക്കേഴ്സ് പൊളിഞ്ഞു പോയിട്ടുണ്ട്, ലോസ് വന്നിട്ട് കമ്പനി പൂട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്രിപ്റ്റോസും അതിൻ്റെ കൂടെ വൈപ്പ് ഔട്ട് ആയി പോകും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള ETF കാര്യങ്ങളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ ഒരു എന്താ പറയുക, ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ബിസിനസ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ETF നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതിന് റിസ്ക് കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്യാപിറ്റലിന് ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ ഒരു ക്രിപ്റ്റോയിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്രിപ്റ്റോനെ പറ്റിയിട്ട് ക്രിപ്റ്റോയിൽ ഒരുപാട് നല്ല പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് റിസ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ.